ഹലോ ഗൈസ്, എല്ലാവർക്കും അറിയാം. നമ്മുടെ ഈ ഇന്ന് മലയാള ന്യൂസ് ആയിരുന്നാലും കർണാടക ന്യൂസ് ആയിരുന്നാലും പല മാധ്യമങ്ങളിലും, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലുള്ള എല്ലാ മാധ്യമങ്ങളും മത്സരിച്ച് കൊടുത്തിരുന്ന ഒരു വാർത്തയാണ് നമ്മുടെ പ്രിയ സഹോദരൻ അർജുൻ ഇന്ന് ഒരു മണ്ണിടിച്ചിൽ, എന്താ പറയുക, അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത. പുള്ളിക്കാരനെ തിരച്ചിൽ 10ാം ദിവസത്തിലേക്ക് കഴിഞ്ഞിരിക്കുകയാണ്. അത്രയധികം കാലാവസ്ഥയായിരുന്നാലും വളരെ മോശമായിരുന്നു. കാലാവസ്ഥ വളരെ മോശമായിരുന്നു. പിന്നെന്താണ് എല്ലാം, അതായത് ഒരു മനുഷ്യനിൽ എന്താണ് മൊത്ത സാങ്കേതിക വിദ്യയും ഉപയോഗിച്ച് പുള്ളിക്കാരനെ തിരയുന്നുണ്ട്. പല സിഗ്നലുകളും പല രീതിയിലുള്ള മൂന്ന് പൊസിഷൻ ഈ പറയുന്ന കണക്ക് സ്പോട്ട് ചെയ്തിട്ടുമുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ മലയാളിയായിട്ടുള്ള ഒരു റിട്ടയർഡ് ആയിട്ടുള്ള മേജർ, പുള്ളിക്കാരൻ്റെ പേര് എനിക്ക് മറന്നുപോയി. പുള്ളിക്കാരൻ കോർഡിനേറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ കറക്റ്റ് സ്പോട്ട് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇന്ന് എന്താണ് 1 മണിക്കെന്തോ ഈ ഡ്രോണുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു. സ്പോട്ട് അതെന്താണ് 3 കഷ്ണങ്ങളായിട്ട് അവിടെ ഇവിടെ ആയിട്ട് ചിതറി കിടക്കുന്നതായിട്ട് പല വാർത്തയിൽ പലതാ പറയുന്നത്. എന്താ പറയുന്നത്, ലോറിയുടെ 3ആയിട്ട് പീസായിട്ട് കിടക്കുന്നതായിട്ടാണ് കാണുന്നതെന്ന് പറഞ്ഞു. ചില വണ്ടിയുടെ അവശിഷ്ടങ്ങൾ കാണുന്നതായിട്ട് അങ്ങനെ കിടക്കുന്നതായിട്ടും പറയുന്നുണ്ട്. അപ്പോൾ ഇതിലേതാണ് സത്യമെന്നോ എന്നൊന്നും വലിയ പിടുത്തമൊന്നുമില്ല. അപ്പോൾ എന്താ പറയുക, ലോറിയുടെ ക്യാബിൻ എവിടെയാണെന്നുള്ള സ്പോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. നാളെ കൂടി ആ ദൗത്യം തുടരും. നാളെ എന്താണ് അർജുനെ പുറത്തെടുക്കാൻ പറ്റുമെന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. അപ്പോൾ അടിയൊഴുക്കെന്ന് പറയുന്നത് ചില്ലറയല്ല. ഓക്കെ, എത്തോ 15, എനിക്ക് എൻ്റെ കണക്ക് കല്ലെന്ന് അറിയത്തില്ല, നല്ല അടിയൊഴുക്കുണ്ട്. ഓക്കെ, ഇത്ര 2 പോയിന്റ് സംതിങ് എന്തോ ആണ്. എനിക്ക് അതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. സ്കൂബ ഡൈവേഴ്സിന് താഴോട്ട് ഇറങ്ങാനായിട്ടുള്ള ഒരു സാഹചര്യവും ആ വെള്ളത്തിൽ ഇപ്പോൾ നിലവിൽ പറ്റുന്നില്ല. അവർക്ക് താഴോട്ട് ഇറങ്ങാൻ, അതായത് താഴോട്ട് ഇറങ്ങി, കാരണം 3 തവണ 4 തവണ ഇറങ്ങി അവർ പരാജയപ്പെട്ട് തിരിച്ച് കയറുകയാണുണ്ട്. കാരണം അവർക്ക് ബോട്ടോടെ നിലനിർത്താൻ പറ്റുന്നില്ല. അപ്പോൾ അത്രയധികം കാലാവസ്ഥ വളരെ മണിക്കൂറുകൾ ഇടവിട്ട് ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. കാലാവസ്ഥ വളരെ മങ്ങിയ കാലാവസ്ഥയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇരുന്ന് കുറ്റപ്പെടുത്തുന്നു, എന്തുകൊണ്ട് എടുക്കാൻ പറ്റുന്നില്ല, അത് ചെയ്യുന്നില്ല, ഇത് ചെയ്തില്ല എന്ന് നമുക്കിവിടെ നിന്ന് കുറ്റപ്പെടുത്താൻ പറ്റും. പല ആൾക്കാർ നേവിയെക്കുറിച്ച് കുറ്റം പറയുന്നുണ്ട്, മിലിറ്ററിയെക്കുറിച്ച് കുറ്റം പറയുന്നുണ്ട്, കർണാടകയിലെ സർക്കാരിനെ കുറിച്ച് കുറ്റം പറയുന്നുണ്ട്, പിന്നെ ഇവിടെ നിന്ന് പോയ ആൾക്കാരെ കുറിച്ച് കുറ്റം പറയുന്നുണ്ട്. ഇത് എന്തിനാണ് ഈ കുറ്റം പറയുന്നത്? നമ്മളൊരു കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ തീർച്ചയായിട്ടും കുറ്റങ്ങൾ സംഭവിക്കും. നിങ്ങൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും പഴി പറഞ്ഞുകൊണ്ടിരിക്കാതെ ഒരു പയ്യൻ അതിനകത്ത് കിടക്കുന്നു, മനസ്സിലായില്ലേ? ആ പയ്യൻ്റെ ജീവന് വാല്യൂ കൊടുത്തിട്ട് നിങ്ങൾ അതൊക്കെ മാറ്റിവെക്കൂ. ഈ പറയുന്ന പല കാര്യങ്ങളും മാറ്റി വെച്ചിട്ട് ഇതിനു വേണ്ടിയിട്ട് ശ്രമിക്കാൻ നോക്കും. ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിരിക്കൂ. അവരെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കുന്നില്ലേ? അവിടെ സർക്കാരായിരുന്നാലും ഈ പറയുന്ന നേവി ആയിക്കോട്ടെ, മിലിറ്ററി ആയിക്കോട്ടെ, എല്ലാ സംവിധാനങ്ങളും ഉപയോഗിക്കുന്നില്ല. അപ്പോൾ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതും വളരെ അങ്ങോട്ട് കുറ്റപ്പെടുത്തുന്നു, ഇങ്ങോട്ട് കുറ്റപ്പെടുത്തുന്നു. എന്തിനാണ്, എന്ത് കാര്യത്തിനാണ്? ഒരു കാര്യം. അപ്പോൾ പുള്ളിക്കാരനെ കുറിച്ച് ഒരു നല്ലൊരു പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്ത കിട്ടട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഓക്കെ, പിന്നെ ഈ പറയുന്ന അർജുൻ്റെ ഫാമിലിയെ കുറിച്ച് സൈബർ ആക്രമണമൊക്കെ എന്തൊക്കെ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് അവർ കേസ് കൊടുത്തായിട്ടൊക്കെ പറയും. എന്തിനാണ് സുഹൃത്തുക്കളെ, എന്തിനാണ്? ഇപ്പം നമുക്ക് നാളെ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല. നമുക്ക് നാളെ എന്ത് സംഭവിക്കും, നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്ത് പറയാൻ പറ്റും? ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ അങ്ങനെ ചിന്തിക്കരുത്. നമ്മൾ ആരെയും കുറ്റപ്പെടുത്താതിരിക്കും, ആരെയും വേദനിപ്പിക്കാതിരിക്കും, മെസ്സേജുകളോ മോശമായിട്ടുള്ള രീതിയിൽ കമൻ്റ് ഇടാതിരിക്കും. വളരെ മോശമായിട്ട് കമൻ്റ് ഇടുന്നവർക്ക് പല രീതിയിലൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഓക്കെ, ഞാൻ വലിച്ചു നീട്ടുന്നില്ല. പുള്ളിക്കാരന് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കിട്ടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കും. നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കും. നാളെ നല്ല കാലാവസ്ഥ ആയിരിക്കണം. നാളെ തന്നെ നല്ല പോസിറ്റീവായിട്ടുള്ള വാർത്ത കിട്ടണമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കും. താങ്ക് യു സോ മച്ച്.